അങ്ങനെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആടുജീവിതം സിനിമ റിലീസായി. സിനിമ ഇറങ്ങുന്നതിന് മുൻപും അതിനുശേഷവും എല്ലാവരുടെയും സംസാരത്തിൽ ഉൾപ്പെടുന്ന ഒരു പേരാണ് ഓസ്കാർ. സിനിമ ഓസ്കാർ നേടും, അല്ലെങ്കിൽ ഓസ്കാറിനുള്ള വകയുണ്ട് എന്നൊക്കെ ഒരുപാട് ആളുകൾ സിനിമ കണ്ടതിന് ശേഷം പറയാറുണ്ട്. നാഷണൽ അവാർഡല്ലോ, ഓസ്കാർ എന്തായാലും പരിഗണിക്കേണ്ട സിനിമ. എന്നാൽ നമ്മുടെ സിനിമകൾ ഓസ്കാർ ലഭിക്കാൻ അർഹതയുള്ളതായിട്ട് പോലും പല സിനിമകളും തഴയപ്പെട്ടു പോയിട്ടുണ്ട്. എന്തായിരിക്കും അതിന്റെ കാരണം? എന്താണ് ഒരു സിനിമ ഓസ്കാർ ലഭിക്കാനുള്ള യോഗ്യത? എന്തുകൊണ്ട് ഇന്ത്യൻ സിനിമകൾക്ക്, പ്രത്യേകിച്ചും മലയാളം പോലുള്ള മികച്ച കണ്ടന്റുള്ള സിനിമകൾക്ക് ഓസ്കാർ ലഭിക്കുന്നില്ല? ഇതിനെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം ഇൻഡസ്ട്രി ഹോളിവുഡാണ്. എങ്കിൽ പോലും ലോകത്തിൽ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്നത് ഇന്ത്യൻ സിനിമയാണ്. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന അഥവാ ഡൈവേഴ്സിഫൈഡ് ആയ ഫിലിം ഇൻഡസ്ട്രിയാണ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി. അതിൽ തന്നെ ഏറ്റവും കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നത് മലയാളം പോലുള്ള സൗത്ത് ഇന്ത്യൻ സിനിമകളാണ്. ഒരുപാട് സിനിമകൾ ഓസ്കാറിന് വേണ്ടി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വർഷമായിട്ടും ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഓസ്കാർ ലഭിച്ചിട്ടില്ല. അല്പമെങ്കിലും ആശ്വാസം എന്ന് പറയാൻ കഴിയുന്നത് RRRലെ പാട്ടിന് ലഭിച്ച ഓസ്കാറാണ്. ഇന്ത്യയിലെ വ്യക്തികൾക്ക് ഓസ്കാർ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഓസ്കാർ ലഭിച്ചിട്ടില്ല. 2019 സൗത്ത് കൊറിയൻ സിനിമയായ പാരാസൈറ്റ് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ വാങ്ങി ഇംഗ്ലീഷ് അല്ലാത്ത ആദ്യത്തെ ഒരു സിനിമയ്ക്ക് ലഭിക്കുന്ന ഓസ്കാർ എന്ന നേട്ടം സ്വന്തമാക്കി. പാരാസൈറ്റിന് ഓസ്കാർ ലഭിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഇതിലും മികച്ച സിനിമകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ സിനിമകൾക്ക് ഓസ്കാർ ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി രംഗത്തെത്തി. ശേഖർ കപൂർ പോലെയുള്ള വലിയ സിനിമാ പ്രവർത്തകർ ആ സമയം പാരാസൈറ്റിനെ കുമ്പളങ്ങി നൈറ്റ്സുമായി കമ്പയർ ചെയ്യുകയുണ്ടായി. ഒരുപക്ഷെ കുമ്പളങ്ങി നൈറ്റ്സ് അക്കാദമി അവാർഡിന് പോവുകയായിരുന്നെങ്കിൽ ഒരു ഓസ്കാർ എങ്കിലും ലഭിച്ചേനെ എന്ന് ദേശീയ തലത്തിലുള്ള പല വ്യക്തികൾ പറയുകയുണ്ടായി. അപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ ഓസ്കാർ ലഭിക്കാനുള്ള തടസ്സം? ഓസ്കാറിന്റെ വലിയ ചരിത്രത്തെക്കുറിച്ച് പറയാതെ തന്നെ വളരെ ലളിതമായി കാരണം നോക്കാം. ഓസ്കാർ അവാർഡ് കൊടുക്കുന്നത് വാസ്തവത്തിൽ ആംപാസ് അഥവാ അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് എന്ന അമേരിക്കയിലുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഓസ്കാർ അവാർഡിനെ അക്കാദമി അവാർഡ് എന്നാണ് പറയുന്നത്. ഒന്നാമതായി, ഓസ്കാറിനെ ഏറ്റവും വലിയ അവാർഡായി പല ആളുകളും കാണുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരുപാട് വിഭാഗം ആളുകൾ ഓസ്കാറിനെ അനുകൂലിക്കുന്നില്ല. അവർ പറയുന്നതിന്റെ ഒരു കാരണം ഓസ്കാറും ഓസ്കാർ സംഘടനയുടെ പ്രവർത്തനങ്ങളുമെല്ലാം പക്ഷപാതത്തോടെയുള്ള പ്രവർത്തനമാണെന്നാണ്. പലപ്പോഴും അർഹിച്ച സിനിമകൾക്ക് ഓസ്കാർ ലഭിക്കാതെ മനഃപൂർവ്വം തഴയപ്പെടുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു കാലത്ത് ഇംഗ്ലീഷ് സിനിമകൾക്ക് മാത്രമായിരുന്നു ഓസ്കാർ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പല ഭാഷകളിലുള്ള സിനിമകൾ പരിഗണിക്കുകയും ചെയ്തു. എങ്കിൽ പോലും അമേരിക്കയിലുള്ള ജൂറികൾ കണ്ട് വിലയിരുത്തിയ ശേഷമാണ് സിനിമകൾക്ക് അവാർഡ് കൊടുക്കുന്നത്. അപ്പോഴും അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള സിനിമകൾ വ്യത്യസ്ത ഭാഷയിൽ, വ്യത്യസ്ത സംസ്കാരത്തിൽ, വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്നും ഉണ്ടാക്കിയ സിനിമകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമകളും ജൂറികൾക്ക് കണക്ട് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉദാഹരണത്തിന്, ലെജൻഡറി ഫിലിം മേക്കറായ വെട്രിമാരൻ വിസാരണ എന്ന തമിഴ് സിനിമ ഓസ്കാർ സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട ചില പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു ആശയം ഇതാണ്: അസുരൻ, വട ചെന്നൈ എന്നീ സിനിമകൾ തമിഴ്നാട്ടിലെ സംസ്കാരത്തെയും ആ നാട്ടിലെ തനതായ രീതിയെ വ്യക്തമായി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ആ സിനിമകൾ ഓസ്കാറിന് പോവുകയാണെങ്കിൽ പോലും തമിഴ്നാട്ടിലെ ആളുകളുടെ അതേ വികാരവും ആ നാട്ടിലെ രീതികളും അമേരിക്കയിലുള്ള ജൂറികൾക്ക് മനസ്സിലാക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ ഒരുപാട് രാജ്യത്തെ ഒരുപാട് സംസ്കാരം, അതിന്റെ രീതികൾ പറയുന്ന സിനിമകൾ വേറൊരു രാജ്യത്തെ ജൂറികൾക്ക് സിനിമ കണ്ടതുകൊണ്ട് മാത്രം മനസ്സിലാവില്ല എന്നതാണ് ഒരു വസ്തുത. ഈ ഒരു കാരണത്താൽ തന്നെ അർഹിച്ച ഒരുപാട് സിനിമകൾക്ക് ഓസ്കാർ അവാർഡ് ലഭിക്കാതെ പോയിട്ടുണ്ട്. അതുമാത്രമല്ല, ചിലർ ഇപ്പോഴും രാജ്യം, നിറം, സംസ്കാരം, രാഷ്ട്രീയം എന്നീ കാരണങ്ങളാൽ പക്ഷപാതത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒരു കൂട്ടം ആളുകൾ അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഒരു വലിയ വിഭാഗം ആളുകൾ ഓസ്കാർ എന്ന വലിയ അവാർഡിനെ പിന്തുണയ്ക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു സിനിമ ഓസ്കാർ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? പ്രധാനമായും ആ സിനിമ പറയുന്ന കണ്ടന്റ് ആണ്. ഒരു സിനിമയിലെ കണ്ടന്റ് ലോകത്തിലുള്ള വ്യത്യസ്ത ഭാഷയിലും സംസ്കാരത്തിലും രാജ്യത്തിലും താമസിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ലോകത്തിലെ എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ചില കണ്ടന്റ് ഉണ്ട്. ഉദാഹരണത്തിന്, അതിജീവനം, രാഷ്ട്രീയം, മതം, മനുഷ്യത്വം, ദാരിദ്ര്യം, രോഗം എന്നിവ. അതുകൂടാതെ ഓസ്കാർ അക്കാദമി പറയുന്ന ചില യോഗ്യതകൾ സിനിമകൾക്കുണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. എന്തൊക്കെയാണ് ആ യോഗ്യതകൾ? ഒന്നാമതായി, ഓസ്കാറിന് സമർപ്പിക്കുന്ന സിനിമ ഒരു അന്താരാഷ്ട്ര സിനിമയായിരിക്കണം. എന്താണ് ഒരു അന്താരാഷ്ട്ര സിനിമ? അമേരിക്കയിലോ അമേരിക്കയുടെ പരിസര പ്രദേശങ്ങളുടെ പുറത്ത് നിർമ്മിച്ച 40 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള 50% മുകളിലായി ഇംഗ്ലീഷ് അല്ലാത്ത തനതായ ഒരു ഭാഷ ഓഡിയോയായി സംസാരിക്കുന്ന ഒരു സിനിമയാണ് ഇന്റർനാഷണൽ സിനിമ അഥവാ അന്താരാഷ്ട്ര സിനിമയായി കണക്കാക്കപ്പെടുന്നത്. ഇനി ആ സിനിമ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലും കാലിഫോർണിയയിലുമുള്ള കൊമേഴ്ഷ്യൽ തിയേറ്ററുകളിൽ മിനിമം 7 ദിവസം തുടർച്ചയായി പ്രദർശിപ്പിച്ച സിനിമകളായിരിക്കണം.
അതുമാത്രമല്ല, ഈ 7 ദിവസങ്ങളുടെ പ്രദർശനത്തിലൂടെ ആ സിനിമയുടെ പ്രൊഡ്യൂസർക്കും സിനിമ പ്രദർശിപ്പിച്ച എക്സിബിറ്റർക്കും സാമ്പത്തികമായി ലാഭം കിട്ടിയിരിക്കണം. ഇനി ഓസ്കാറിന് നിർദ്ദേശം ലഭിച്ച സിനിമ ആദ്യമായി തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഏതെങ്കിലും തിയേറ്റർ അല്ലാത്ത രീതിയിൽ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമകൾ ഓസ്കാറിന് പരിഗണിക്കില്ല. ഉദാഹരണത്തിന് ബ്രോഡ്കാസ്റ്റിലൂടെയോ ടിവിയിലൂടെയോ DVD ഡിസ്ട്രിബ്യൂഷനിലൂടെയോ DTHലൂടെയോ ഇന്റർനെറ്റ് ട്രാൻസ്മിഷനിലൂടെയോ റിലീസ് ചെയ്തതിനു ശേഷമാണ് ആ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതെങ്കിൽ ആ സിനിമ ഓസ്കാറിന് പരിഗണിക്കില്ല. അതുമാത്രമല്ല, നിർബന്ധമായും ആ സിനിമയുടെ സൗണ്ട് ട്രാക്കിൽ 50% താഴെ മാത്രമേ ഇംഗ്ലീഷ് ഉണ്ടാകാൻ പാടുള്ളൂ. അതോടൊപ്പം അതാത് ഭാഷയുടെ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ കൃത്യവും വായിക്കാനാവുന്ന രീതിയിൽ സിനിമയിൽ കൊടുത്തിരിക്കണം. അതുകൂടാതെ തന്നെ ആ സിനിമയുടെ പൂർണ്ണ അവകാശം അവർ സമർപ്പിക്കുന്ന രാജ്യത്തിലെ ഒന്നോ ഒന്നിലധികമോ വ്യക്തികൾക്ക് മാത്രമായിരിക്കണം. അത്തരത്തിലല്ലാത്ത സിനിമകൾ ഒരിക്കലും ഓസ്കാറിന് പരിഗണിക്കില്ല. ഉദാഹരണത്തിന് ആടുജീവിതം എന്ന സിനിമയുടെ പൂർണ്ണ അവകാശം മറ്റേതെങ്കിലും വിദേശത്തുള്ള വ്യക്തികൾക്കാണെങ്കിൽ ആ സിനിമയ്ക്ക് ഒരിക്കലും ഓസ്കാറിന് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനോടൊപ്പം തന്നെ ഓസ്കാറിന് നിർദ്ദേശിക്കാൻ പോകുന്ന സിനിമ നല്ലവണ്ണം പ്രൊമോട്ട് ചെയ്തിരിക്കേണ്ടതുണ്ട്. ഇനി ആ സിനിമ റിലീസാവുന്ന സമയത്ത് അമേരിക്കയിൽ ഡയറക്ടർ റിലീസ് വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതുകൂടാതെ സിനിമയുടെ കുറച്ച് ടെക്നിക്കൽ വശങ്ങളും കൃത്യമാകേണ്ടതുണ്ട്. സിനിമയുടെ ഫോർമാറ്റ്, ക്വാളിറ്റി, പിക്സൽ, സ്ക്രീനിംഗ് റേഷ്യോ, ഇമേജ് കോംപ്രഷൻ, ഡ്യൂറേഷൻ, ഓഡിയോ എന്നിവയൊക്കെ. ഇതെല്ലാം നോക്കിയതിനു ശേഷം സ്വന്തം നാട്ടിലെ ഫിലിം ഫെഡറേഷന്റെ അപ്രൂവലും വേണം. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ അംഗീകാരമില്ലാതെ ഒരു സിനിമയും ഓസ്കാറിലേക്ക് അയക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഒരു ഓസ്കാർ അവാർഡ് സിനിമയ്ക്ക് കൊടുക്കുന്നത്? അക്കാദമി കമ്മിറ്റിയിൽ വോട്ടിംഗ് അവകാശമുള്ള 10,000-ഓളം മെമ്പർമാരുണ്ട്. ഈ മെമ്പർഷിപ്പിലേക്ക് വേറെ ആളുകളെയും അവർക്ക് ഇൻവൈറ്റ് ചെയ്ത് മെമ്പർഷിപ്പ് കൊടുക്കാം. ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആണ്. 2022 തമിഴ് നടൻ സൂര്യ ഓസ്കാർ മെമ്പർഷിപ്പ് കമ്മിറ്റിയിലേക്ക് ക്ഷണം ലഭിച്ചു പോയിരുന്നു. ഈ ഓസ്കാർ മെമ്പർഷിപ്പ് കമ്മിറ്റിയിൽ സിനിമയിലെ പല മേഖലയിലുള്ള വ്യക്തികളുണ്ട്. സംവിധായകന്മാർ, നടന്മാർ, നടിമാർ, പ്രൊഡ്യൂസർ, ടെക്നിക്കൽ സൈഡിലുള്ളവർ തുടങ്ങിയവ. പ്രധാനമായും 5 വലിയ അവാർഡുകളാണ് നിലവിലുള്ളത്: മികച്ച സിനിമ, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച നടി, മികച്ച തിരക്കഥ എന്നിവ. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് തരംതിരിവ്. അക്കാദമി അവാർഡ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 60-ലധികം രാജ്യങ്ങളിൽ നിന്നുമുള്ള 6,000-ലധികമുള്ള വോട്ടേഴ്സ് ആണ്. ബാലറ്റിൽ വോട്ട് ചെയ്തിട്ടാണ് ഇവർ സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ വളരെ സങ്കടകരമായ ഒരു സംഭവം എന്തെന്നാൽ ഈ കമ്മിറ്റിയിൽ ഇത്ര ശതമാനം പുരുഷന്മാർ, ഇത്ര ശതമാനം സ്ത്രീകളെന്ന് നിർബന്ധമുണ്ട്. അതിൽ കറുത്തവരും വെളുത്തവരും ഉണ്ടായിരിക്കണമെന്നുമുണ്ട്. ഉദാഹരണത്തിന് മുൻപുണ്ടായിരുന്ന അക്കാദമിക് കമ്മിറ്റിയിൽ 46% സ്ത്രീകളും അതിൽ 41% കറുത്തവരും 59% വെളുത്തവരും വേണമെന്ന് നിയമം ഉണ്ടായിട്ടുണ്ട്. സിനിമകൾക്ക് 50%-ലധികം വോട്ടിംഗ് കിട്ടിയെങ്കിൽ അവാർഡിനായി പരിഗണിക്കും. 50%-ൽ താഴെയാണെങ്കിൽ തഴയപ്പെടും. എന്നാൽ ഇതിനൊക്കെ ഭയങ്കര ചെലവാണ്. കാരണം അക്കാദമി അവാർഡിലെ ഒരു ഓസ്കാർ പുരസ്കാരം ലഭിക്കുക എന്നുള്ളത് ഒരു ചൂതാട്ടം പോലെയാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. കിട്ടിയില്ലെങ്കിൽ കയ്യിൽ കാശ് മുഴുവൻ ഇല്ലാണ്ടായി പോകും. ഒരു സിനിമ ഓസ്കാറിലേക്ക് നിർദ്ദേശിക്കുന്ന സമയം മുതൽ അത് പ്രദർശിപ്പിച്ച് അതിന് അവാർഡ് കിട്ടുന്നത് വരെയുള്ള ഒരുപാട് കടമ്പകളിലായി ഒരുപാട് കാശുകൾ ചെലവഴിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് PR വർക്ക്. നമ്മുടെ സിനിമയ്ക്ക് അവിടെ വലിയ റീച്ച് കിട്ടുന്നതിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാൻ ചില PR ഏജന്റുമാരുണ്ടായിരിക്കും. അവർക്ക് നല്ല ശതമാനം കാശ് കൊടുക്കേണ്ടി വരും. 2018 കണക്കനുസരിച്ച് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് PR പ്രൊമോഷന് വേണ്ടി ചെലവാകുന്നത് $12,000 ആണ്. അതായത് ഏകദേശം 12.5 ലക്ഷം ഇന്ത്യൻ രൂപ. ഇനി പ്രൊമോഷന് ശേഷം സിനിമ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും $5,000 ചെലവാകും. അത് ഏകദേശം 4 ലക്ഷം ഇന്ത്യൻ രൂപയോളം വരും. സിനിമ ഷോർട്ട് ലിസ്റ്റ് ആയതിനു ശേഷം കൂടുതൽ റീച്ച് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു സെൻട്രൽ സ്പ്രെഡ് പ്രോഗ്രാം സംഘടിപ്പിക്കണം. അതിന് $32,000 ചെലവാകും. ഏകദേശം 27 ലക്ഷം ഇന്ത്യൻ രൂപ. പിന്നീട് അല്ലറ ചില്ലറ മറ്റു ചിലവുകൾ തുടർന്നുകൊണ്ടിരിക്കും. 2018 രാജ്കുമാർ റാവു അഭിനയിച്ച ബോളിവുഡ് സിനിമയായ ന്യൂട്ടൺ ഓസ്കാറിന് വേണ്ടി പരിഗണിച്ചിരുന്നു. എന്നാൽ സിനിമയുടെ ആകെ മൊത്തം ബജറ്റ് 10 കോടിയായിരുന്നു. എന്നാൽ ഓസ്കാറിലേക്ക് എത്തുന്നതിന് വരെയുള്ള ചിലവുകൾ അവരുടെ സിനിമയുടെ ബജറ്റിനേക്കാളും കൂടുതലാണെന്ന് അവർ മനസ്സിലാക്കിയെന്ന് അതിന്റെ നിർമ്മാതാവ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, 2023 RRRന് ഓസ്കാർ ലഭിച്ചപ്പോൾ ഓസ്കാർ വേദിയിൽ ഔദ്യോഗികമായി പോയത് മ്യൂസിക് ഡയറക്ടറായ MM കീരവാണിയും ഗാനരചയിതാവായ ചന്ദ്രബോസുമായിരുന്നു. എന്നാൽ സിനിമയുടെ സംവിധായകനായ രാജമൗലി അടക്കമുള്ള RRRലെ നടന്മാരും അവരുടെ കൂടെയുള്ളവരും പൈസ കൊടുത്തിട്ടാണ് അവിടെ ഒരു സീറ്റ് ബുക്ക് ചെയ്തത്. ഏകദേശം 20 ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഒരു സീറ്റിന് വേണ്ടി ചെലവായത്. ചുരുക്കി പറഞ്ഞാൽ ഓസ്കാർ ഈസ് മച്ച് എക്സ്പെൻസീവ്. അതുകൊണ്ട് തന്നെ തരംതിരിവ് കാണിക്കുന്ന പ്രത്യേക നിയമങ്ങൾ മാത്രം വെച്ച് അവാർഡ് കൊടുക്കുന്ന ഓസ്കാറിനെ വിമർശിക്കുകയും ഓസ്കാർ അവാർഡുകൾ ലഭിച്ചിട്ടും വാങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലരുടെ കാഴ്ചപ്പാടിൽ ഓസ്കാർ അവാർഡ് ഒരു പ്രഹസനമാണ്. എന്നാൽ വേറെ ചിലരുടെ കാഴ്ചപ്പാടിൽ ഓസ്കാർ അവാർഡ് വലിയൊരു അംഗീകാരമാണ്. എന്തുതന്നെയായിരുന്നാലും ശരി, ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയുടെ ബലത്താൽ ഒരു സിനിമയ്ക്ക് ഒരുപക്ഷെ ഓസ്കാർ ലഭിക്കാനും സാധ്യതയുണ്ട്. ലോക സിനിമയ്ക്ക് മുമ്പിൽ മലയാളികൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. ഒരുപക്ഷെ ഒരു വലിയ കൂട്ടായ്മയുടെ ശ്രമത്തിന്റെ ബലത്താൽ ആടുജീവിതത്തിനും ഓസ്കാർ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.